ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലത്തെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ നമുക്കൊരു കിഡിലായിട്ടുള്ള പോർട്ട്വേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ നമ്മുടെ പോർട്ട്വേയിൽ നിങ്ങൾക്ക് ആരും കിട്ടിയത് നമ്മുടെ മെസ്സിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരും കിട്ടിയെന്ന് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമ്മളെന്താ പറയുക നമ്മുടെ കോയിൻ അതായത് ഏകദേശം ഒരു 2 മാസം 1.5 മാസം കൂട്ടി നമ്മൾ കോയിൻ സേവ് ചെയ്ത് വെച്ച ഒരു കിഡിലായിട്ടുള്ള പാക്ക് ഓപ്പണിംഗ് വീഡിയോ നമ്മുടെ നൊസ്റ്റാൾജിയ പാക്കിൻ്റെ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു നോക്കാം. എന്തായാലും ഒരു കിഡിലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ മച്ചാമൻ എന്തായാലും നമ്മുടെ വിന്നേഴ്സിനെ അതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമൻ എല്ലാവരും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാമൻ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് എന്താ പറയുക നമ്മുടെ പോർട്ട്വേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രീ ട്രൈ കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആരെ കിട്ടുക എന്ന് നോക്കി നോക്കാം. എന്തായാലും മച്ചാമാരെ സാധാരണ പോലെ തന്നെയാണ്. സാധാരണ നമുക്ക് പ്രാങ്ക് ആനിമേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും മച്ചാമാർ ഇതിൽ കിടിലൻ കുറച്ച് കാർഡുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാർ നമുക്ക് കിട്ടിയത് 17ാം നമ്പർ നമ്മുടെ ഡയസ് ആണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല മച്ചാമാർ. നമുക്ക് എന്തായാലും ഈ ഒരു പ്ലെയറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കിടിലായിട്ടുള്ള CB പ്ലെയർ ആണ് നമ്മുടെ പോളോ ഡയസ് ബൂസ്റ്റർ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ മെസ്സിയും കൂടി ഉണ്ട് മച്ചാമാരെ. ഓൾറെഡി നമ്മുടെ മെസ്സിയും കൂടെ അടങ്ങുന്ന ഒരു കിടിലായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മെസ്സിയോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടോയ്സ് ഒക്കെ കിട്ടിയവർ കുറേ പേരുണ്ട്. അപ്പോൾ എന്തായാലും കെനൻ ഒക്കെ കിട്ടിയവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും മച്ചാമാരെ നിങ്ങൾക്ക് ആരെയും കിട്ടിയ കമൻറ്റ് ചെയ്യുക. കുറേ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ കെനൻ ഉണ്ട്, പിന്നെ പബ്ലോ ഉണ്ട്, പിന്നെ ജീസസ് ഒക്കെ ബൂസ്റ്ററാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ എന്താ ഓപ്പോൺ എന്തായാലും വന്നിട്ടുണ്ട് മച്ചാമാരെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ അരന്നെ പോയി. ഇനി അവിടെ മിക്കവാറും ഡോർമുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റസോ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. ഇവർ രണ്ടുമാണ് ഇപ്പോൾ നിലവിലൊരു ലൈസൻസ് പാക്ക് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഓൾറെഡി എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കോയിൻ ആയിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ട്രൈയിലൊക്കെ കിട്ടിയവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ അഡ്രിയാനോനെയൊക്കെ കുറേ പേർക്ക് പിക്കോനൊക്കെ ഫസ്റ്റ് ഫ്രീ ട്രൈ കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല ഭാഗ്യമായതുകൊണ്ട് ഈ രണ്ടാമത്തെ അക്കൗണ്ടിൽ മൂന്നാമത്തെയോ 4ാമത്തെ പ്ലെയർ കണ്ടോ നമുക്ക് കിട്ടി. 4ാമത്തെ പ്ലെയറായി മച്ചാമാരെ കറക്റ്റ് LB. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൽ ഏറ്റവും കൂടുതൽ നോക്ക് നമ്മുടെ ബിഗ് ടൈം മെസ്സി ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോണന്റ് കാർഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഗൈസ് ഓൾറെഡി നമ്മുടെ പൗളോനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം ആട്ടോ പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും മാച്ച് ഇറക്കണമെങ്കിൽ നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഡയസിനെയാണ് CB വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കുക. അർജന്റീന ലീഗിലുള്ള പ്ലെയറാണ്, ബിൽഡപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആശാന്റെ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പോണും വന്നിട്ടുണ്ട്. ഓപ്പോണന്റ് മച്ചാമാരെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബൂസ്റ്റർ ആയിട്ടുള്ള AMF 102 വരെ റേറ്റഡ് പോകുന്ന ഒരു കാർഡാണ്. ഞാൻ വിചാരിച്ചു ഒരു മെസ്സിനെ കിട്ടിയാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ മെസ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെക്കംബറാണ് മച്ചാമാരെ നമ്മുടെ മാനേജർ ഓപ്പോണന്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കിടിലൻ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും ഓൾറെഡി ഗൈസ് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ പാക്ക് എടുത്ത് ഓപ്പോണന്റ് ആട്ടോ. കാരണം ആൻറ്റിജിക്ക് കൊണ്ട് ബെല്ലിംഗ് കൊണ്ട് ഡ്രോപ്പ് ഉണ്ട് മച്ചാമാരെ. ഡ്രോപ്പ് ഇപ്പോഴും കുറച്ച് സീനുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും മച്ചാമാരെ ഈ ഒരു പോർട്ട്വേ ആയിട്ടുള്ള മെസ്സി. കാരണം അത്യാവശ്യം മെസ്സിയുടെ കാർഡുകളൊക്കെ ഇപ്പോൾ ആണ്, പൊസിഷൻ ആണ്. അപ്പോൾ ഓൾറെഡി നോക്കാം. സുവാരസ് 2 നമ്മുടെ ജെറാഡ് 2 റോബർട്ടോ കാർലോസ് 2 നമ്മുടെ സ്നൈഡർ ആയിട്ടോ മച്ചാമാരെ. സർജിൻഹോ സുവാരസിന് കിട്ടിയില്ല. ബെക്കംബർ ലയണൽ മെസ്സി 2 ഗൈസ് പോർട്ട്വേ മെസ്സിയാണ്. ഡയസ് എടുത്തിട്ടുണ്ട്. ഓക്കെ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. സർജിൻഹോ 2 കാർലോസ് നമ്മുടെ സ്നൈഡർ ചൗമണി എടുത്തിട്ടുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബെക്കാം ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ബിഗ് ടൈം മെസ്സി ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് മച്ചാമാരെ പോയടാ, നല്ലൊരു ഷോട്ടായിരുന്നു. എടാ ഗോളി സേവ് ചെയ്തു. അവന്മാരെ ഗോളി കോട്ടോയ്സാണ്, പോൺവേ കോട്ടോയ്സ് അല്ല തോന്നുന്നു. എൻ്റെ പൊന്ന് മച്ചാമാരെ കോട്ടോയ്സ് എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. ക്യാമറമാനൊക്കെ നോക്കും എന്നൊക്കെയാണ്, എത്ര ക്യാമറമാൻ അവിടെ തൊട്ട് ഇവിടെ വരെ ഹൂഫ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കോർണർ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇത് കയറുന്നത്. ക്യാൻ്റെ ഡിഫൻസ് ചെയ്തു ഗൈസ്. അപ്പോൾ നോക്കാം ബെക്കാൻ പറ്റിയൊരു ഷോട്ട്. കയറിയില്ല. ജെറാഡിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ജെറാഡ് 2 നമുക്ക് എടുക്കാം ഗൈസ്. ചൗമനെ എടുത്തു ഗൈസ്. ഓൾറെഡി ഇവിടെ മെസ്സി ഉള്ളതുകൊണ്ട് നമ്മുടെ മിയാമി മെസ്സിയാണ് ഗൈസ്. മിയാമി എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല കാർഡാന്ന് തോന്നിട്ടോ മച്ചാമാരെ. ഓൾറെഡി ബ്ലിറ്റ്സും എല്ലാം നടക്കാനുള്ള പരിപാടിയാണ്. പോർട്ട് വെച്ചിട്ട് ബ്ലിറ്റ്സ് ആണ് ഗൈസ്. എൻ്റെ പൊന്ന് മച്ചാമാരെ കവാനിക്ക് കിട്ടിയെന്ന് ഇപ്പം അവിടെ ഒരു ഷോട്ട് വന്നേനെ ഗൈസ്. അപ്പോൾ കവാനിയുടെ ഒരു അടുത്ത ഷോട്ട്. എടോ ഇതിപ്പോൾ മിക്കവാറും പണി പാളിയാണ് കേട്ടോ. ഇപ്പം തന്നെ പണി കിട്ടിയത്. അപ്പം മച്ചാമാരെ നോക്കി നോക്കാം. നട കയറിയിട്ടുണ്ട്. ബെക്കാം, ടോണി ആഡംസ്, മെസ്സി. ഓക്കെ ഡയസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്നാമത് എന്താ വെച്ചാൽ ചില പ്ലേയേഴ്സ് ഓൾറെഡി നമ്മളിപ്പോൾ 1-2 ദിവസം ബെല്ലറ്റിക്ക് പോടാ. സർജിൻഹോ 2 യോർക്കെ 2 നമ്മുടെ ബെക്കാം 2 നമുക്ക് നോക്കാം ഗൈസ്. ഓൾറെഡി ഇത് കിട്ടും. ഓക്കെ
ഇനി ബെക്കാം എന്ന് തോന്നുന്നു. ബെക്കാം എന്തായാലും ഡിഫൻസ് ചെയ്തിട്ട് മച്ചവരെ യോർക്കേന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് കേട്ടോ ഇവർക്ക് ഓൾറെഡി. സുവാരസ് ടു ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചവരെ. സ്നൈഡർ ഓക്കെ ബാക്ക് കാർലോസ്. പോർട്ട് മെസ്സി ആണല്ലോ ഗൈസ്. ഓക്കെ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം സുവാരസിന് കിട്ടുമോ. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ്. എടാ അതെന്തിനും ഞാൻ ഓക്കെ മെസ്സി പോസ്റ്റായിട്ട് എടുത്തു. അതൊരു ബ്ലിറ്റ്സ് അങ്ങനെ അടിച്ചാൽ മതി, നല്ലൊരു കർവ് ചെയ്താൽ മതിയിട്ട് കേസുള്ളായിരുന്നു കാർലോസ്. പക്ഷെ അപ്പം കിട്ടണ്ടേ ഗൈസ്. മച്ചാമനെ ഡയസാണ് നമ്മുടെ കവാനി ഒരു ഡയസ്. മച്ചാമനെ അപ്പം അത്യാവശ്യം നല്ല സ്പീഡുള്ള പ്ലെയർ തന്നെ കേട്ടോ. എടാ ഇതൊന്നും എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ കിട്ടിയിട്ടുണ്ട്. സെർജിൻഹോ ടു മെസ്സി, മെസ്സി ടു നമ്മുടെ ബെക്കാം ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സെർജിൻഹോ ടു ബാക്കോട്ട് കഫുവിൻ്റെ അവിടുത്തെ ഒരു ക്രോസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ സുവാരസ്. എടാ മച്ചാമനെ അടിച്ച് പുറത്തേക്ക് ഇട്ടല്ലോ, ഹെഡ് നടന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ 30ാം ആനിവേഴ്സറിൻ്റെ പുതിയൊരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന കാർഡുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു അവിടെ റൊണാൾഡോ വരുമോ എന്നൊക്കെ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി റൊണാൾഡിനും ഉണ്ട്, പിന്നെ നമ്മുടെ റൈഗാർഡ് വന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ എടാ ഇത് എന്താ ഇത് കവാനി. ഓഫ് മച്ചാവരെ മാനുവലിയോ ഇപ്രാവശ്യം നമ്മളെ സേവ് ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. 2-3-4 പാസ് എന്തായാലും ചെയ്തിട്ടുണ്ട്. ജെറാഡിന് നെറ്റിക്കിട്ട് തന്നെ കൊടുത്തല്ലോ അവര്. എടുക്കടാ വെക്കാം അടുത്ത ഷോട്ട്. എൻ്റെ പൊന്നു മച്ചാമനെ ബെക്കാമിൻ്റെ ഒരു കിടിലൻ ഷോട്ട്, പൊടി ഷോട്ടായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം. ഇട്ടിട്ടുണ്ട് മാനുവലിയർ ടു നമുക്ക് നോക്കാം. സ്നൈഡർ ടു ചൗമണി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡയസ് എടോ സെർജിൻഹോ. ഓക്കെ മച്ചാമനെ അപ്പോൾ എന്തായാലും ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചൗമണി ടു നമ്മുടെ കോസ്റ്റേട്ട ടു സെർജിൻഹോ. ഓക്കെ എടുത്തിട്ടുണ്ട്. ഡേവിഡ് ബെക്കാം ടു ടോണി ആഡംസ്, കവാനി. ഇവന്മാർ വീണ്ടും ഷോട്ട് അടിക്കും. യോർക്കെ എൻ്റെ പൊന്നു മച്ചാമനെ യോർക്ക് ഇപ്പം പൂശിയാനായിട്ട് ഇത് പണി പാടുമോ. ഡയസ് സെർജിൻഹോ. ഓക്കെ സാബി ടു നമ്മുടെ സുവാരസ് ഗൈസ്. ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്ന ചാൻസ് ഉണ്ട്. വെക്കാം എടാ പോയി, അത്ര നേരം ഉണ്ടായിരുന്ന ചാൻസ് പോയല്ലോടാ യോർക്ക്. പക്ഷെ അവൻ ഈ ഒരു കാർഡ് കിടലും കളിയാട്ടോ. ഞാൻ കുറേ നേരം ഈ കാർഡാണെങ്കിൽ അത്യാവശ്യം നേരം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. കഫു എടാ എടുത്തടിക്കണേ ബെക്കാമേ. ഓക്കെ ബെക്കാം ടു നമ്മുടെ സുവാരസ്. നമുക്ക് നോക്കാം ഗൈസ്. ഒരു പാസ് സ്നൈഡറിനെ വെച്ചടിക്കാം. എടയാണ് അടിക്കണേ ഗൈസ്. അപ്പോൾ ഡയസ് എടുത്തിട്ടുണ്ട്. പോൾ ഡയസ്, ബെക്കാം, സെർജിൻഹോ. ഓക്കെ സുവാരസ് ഗൈസ്. ചാൻസ് എടാ നല്ലൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേനും അവന്മാർ പോയി ഗൈസ്. എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് അപ്പോഴത്തേനും ഓഫ് സൈഡ് ആയിപ്പോയി. എന്തായാലും നോക്കാം. ലിവാക്കോവിച്ച് അടിച്ചു നോക്കട്ടെ മച്ചാ, അവരെ ഹെഡ് അടിക്കാൻ പറ്റുമോ. യോർക്കെ കഫു. ഓക്കെ ബെക്കാം, മെസ്സി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ അതെന്ത് പണിയാണ് ഞാൻ കാണിച്ചത്. ബെക്കംബർ, ലിവാക്കോവിച്ച് ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഷോട്ടാണ് അവന്മാർ അടിച്ചിരിക്കുന്നത്. എന്തായാലും യോർക്കെ എടാ ഇത് കിട്ടണം. ഓക്കെ സാബി. ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സാബി ടു സെർജിൻഹോ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് ടു ഗൈസ്. നമ്മൾ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം മറഡോണയെ ഇറക്കിയാലൊന്നുണ്ട് സബ്. എന്തായാലും വെച്ചാൽ നോക്കട്ടെ. കാർലോസ് എടുത്തിട്ടുണ്ട്. അടിച്ചു വിടണം ഗൈസ്. ഇവിടെ ഒന്നാമത് കറക്കി കഴിഞ്ഞാൽ എടാ കിട്ടി. സ്നൈഡർ എടാ എന്താ കാണിക്കുന്ന ഡേവിഡ് ബെക്കാം ഗൈസ്. ഇന്നത്തെ മാച്ചൊരു ടോണി ആഡംസ് ബാക്ക്, കഫു, യോർക്കെ. ഓക്കെ ഡയസ് എടുത്തിട്ടുണ്ട്. മച്ചാവരെ ക്ലിയർ ചെയ്ത് കളഞ്ഞു കഫു ഗൈസ്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ മച്ചാവരെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ത്രോ കിട്ടിയിട്ടുണ്ട്, നമുക്കല്ല അവർക്കാന്ന് തോന്നും. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മറഡോണനെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും കവാനിനെ ഇറക്കിയിട്ടോ മച്ചാവരെ. ഓൾറെഡി കവാനിനെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ സെർജിൻഹോയ്ക്ക് വരെ മറഡോണയാണ് ഇനി അവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മച്ചാവരെ മറഡോണ നല്ല ഇപ്പം എ പൊസിഷൻ കണ്ടുണ്ട്, അതുകൊണ്ടാണ് മറഡോണനെ ഇറക്കി. ഓക്കെ കവാനി രണ്ടുപേരും കൂടെ നമുക്ക് നോക്കി വെക്കാം. കിടിലൻ കളിയായിരിക്കും. മറഡോണ ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മെസ്സി. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കവാനി എടാ കവാനി ഗൈസ്. അപ്പോൾ കവാനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. എടാ കോട്ടോയ്സ് ഇത് എന്താ ഇത് ഗൈസ്. ഇച്ചിരി മാറി അടിച്ചാൽ മതിയായിരുന്നു. ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ക്യാമറയൊക്കെ നമുക്ക് പൊളിയാണ്, റൊട്ടേഷനൊക്കെ ചെയ്യുന്നുണ്ട്. കിടിലൻ സ്റ്റേഡിയമാണ് എന്തായാലും ഗൈസ്. അപ്പോൾ വരച്ചിട്ടുണ്ട്. ഡേവിഡ് ബെക്കാം ടു കവാനി കിട്ടിയില്ല. റോബർട്ടോ കാർലോസ്. ഓക്കെ മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ വെട്ടിച്ചിട്ടുണ്ട് ചൗമണീനെ. ഓക്കെ ഗൈസ് അപ്പോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 81 മിനിറ്റിൽ നമ്മുടെ മറഡോണ ഒരു അടി അടിച്ചിട്ടുണ്ട് ഗോള്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ഗൈസ്. ഓൾറെഡി കവാനിനെ കൊണ്ട് നേരത്തെ അടിക്കാനും, പക്ഷേ ഈ കോർണർ അപ്പം കിട്ടൂല.
ഗൈസ് അപ്പോൾ ഒരു നല്ല ഗോൾ കേട്ടോ. ഓൾറെഡി ചൗമണീനെ വെട്ടിച്ചിട്ടാണ് മറഡോണ അടിച്ചത്. അപ്പോൾ എന്തായാലും ഒരു ഗോൾ നമ്മൾ ഈടടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ പിടിച്ചേക്കണം. അപ്പോൾ എന്തായാലും മൈക്കിളോവനെ അവന്മാർ ഇറക്കിയിരുന്നു. ഓവനെ സൂപ്പർ സബ്ബാണ് ബെല്ലിംഗം. എടോ പണിയാവരുത്. കഴിഞ്ഞ മേടിച്ചിട്ട് ഗൈസ് വല്ലാത്തൊരു കളിയാണ്. ഓപ്പോണന്റ് തിരിച്ചു വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ കാണാത്തൊരാളുണ്ട്, എല്ലാവരും കാണുക ഗൈസ്. അപ്പോൾ ചാൻസ് ഉണ്ട് കവാനി ടു. എടോ ഇത് എത്ര ഇത് ഇപ്പം പണി വാങ്ങി കൂട്ടുമോ മെസ്സി? എടോ മച്ചാമാരെ കിടിലൻ കാർഡാട്ടോ പോൺവേ. മെസ്സി നമ്മൾ വിചാരിക്കുന്നില്ല, അത്യാവശ്യം കളിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നേരത്തെ ബ്ലിറ്റ്സ് ഒക്കെ അടിച്ചു. ഈ പോൺവേ വെച്ചിട്ടാണ് ചെങ്ങൈ അടിച്ചത്. ഓപ്പോണന്റ് എന്തായാലും അടിച്ചത്. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ മറഡോണ ടു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കവാനിന്റെ ബൂസ്റ്റർ കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് മൂവ്മെന്റ് ശരിയാവത്തെ. എന്തായാലും മച്ചാമാരെ ഒരു ടൈം ആവാനായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ബെല്ലിംഗം ടു അവസാന നിമിഷം ലാസ്റ്റ് പണിയാവേണ്ടതായിരുന്നു. ഓക്കെ മെസ്സി മറഡോണ. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാർ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുന്നുണ്ട് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ പാക്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. നല്ലൊരു മാച്ചായിരുന്നു. ഒബ്ജക്റ്റീവ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് എന്തായാലും അത്യാവശ്യം നല്ലോണം പ്ലേ ചെയ്തു കേട്ടോ. നമുക്ക് ഷോട്ട് നോക്കുകയാണെങ്കിൽ 4 ഷോട്ട് നമ്മൾ അടിച്ചോളൂ. പക്ഷേ ഓപ്പോണന്റ് 8 ഷോട്ട് അടിച്ചു. പ്ലെയർ റേറ്റിംഗ് ഓൾറെഡി മാനൻഡിയറും ഡയസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറഡോണയുണ്ട്. ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ യോർക്കി അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. മെസ്സി ഉണ്ട് 5.0. അപ്പം അത്യാവശ്യം കേസ് നല്ല 2 കാർഡുകളാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക പോർട്ടുഗലൊക്കെ ആരും കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും, ലൈവിലായിട്ട് കണ്ടിരിക്കും. ബൈ ഗൈസ്.